കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് ഇതായി പോയി. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ടായിരുന്നു. ഇതിലെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു ദിസ് പി സിന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം കാണുന്നത്. ഇപ്പോൾ ഇതിൽ എന്താ പറയുക, ഡാർക്ക്, അതേപോലെ ആ മോഡുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡാർക്ക്, ലൈറ്റ്, അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട്. ഇപ്പോൾ ചിലവർക്ക് കാണാനുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ ലൈറ്റ് കൂടുതലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാർ സ്ട്രെസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൽ കുറേ പേഴ്സണലൈസേഷൻ കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ കാണുന്നത്. നൈറ്റ് സ്കൈ, അതെല്ലാം കാറ്റ്, ഡിസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. കൊള്ളാം. മൊത്തത്തിൽ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. സിസ്റ്റം അതിനനുസരിച്ച് നല്ല പെർഫോമൻസ് ഉള്ള സിസ്റ്റം ആയിക്കോട്ടെ. എന്തായാലും 16 GB ഡാറ്റ റാം ഇരുന്നോട്ടെ എന്തായാലും. പിന്നെ അതുപോലെ SSD ഹാർഡ് ഡിസ്ക്. SSD ഹാർഡ് ഡിസ്കിലുണ്ടെങ്കിൽ തന്നെ നടക്കത്തുള്ളൂ. തീർച്ചയായിട്ടും SSD ഹാർഡ് ഡിസ്ക് ഉണ്ടായിരിക്കണം. പിന്നെ 16 8 GB ഉണ്ടാവണം. നമ്മുടെ ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ എന്താ പറയുക, റാം. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ബാർ സെറ്റിങ്സ്. ടാസ്ക് ബാറിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ ഇത് സെയിം തന്നെ. ഇതാണ് CPU അതിൻ്റെ മെമ്മറി യൂട്ടിലൈസേഷനും. പിന്നെ ഇത് നോക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സുകൾ ഏതൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെർഫോമൻസ് നോക്കണമെങ്കിൽ CPU പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റാർട്ടപ്പിൽ ഏതൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ, ആവശ്യമില്ലാതെ നമുക്ക് ഗില്ല് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഈ ഓപ്ഷൻസ് ഇതിലിങ്ങനെ കാണിക്കുന്നു. ഇപ്പോൾ ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്തുള്ളത്. പിന്നെ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ അതായത് സർവീസുകൾ ഏതൊക്കെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് കാണിക്കുന്നത്. അത് എത്രമാത്രം മെമ്മറി, അതല്ല ഇതൊക്കെ യൂട്ടിലൈസേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏത് മെമ്മറിയാണ്, എത്രയാണ് മെമ്മറി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് അതിൻ്റെ സർവീസുകൾ, ഏതൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസുകൾ. ഓക്കെ, റണ്ണിങ് സർവീസുകളാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ടാസ്ക് ബാറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു കുഴപ്പമില്ല. കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക, നല്ല രീതിയിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. CPU, അതിലെ മെമ്മറി 16 GB ഇപ്പോൾ 6.9. ഓക്കെ, കൊള്ളാം. ഒരു അട്രാക്റ്റീവൊക്കെ തന്നെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇത് നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയേണ്ടി വരും. പിന്നെ ഇതിൽ പറഞ്ഞില്ല, ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ സ്റ്റാർട്ട് മെനുൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന മെനു ആണിത്. അപ്പോൾ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ, പവർ ഓപ്ഷൻ, ഈവൻറ്റ് വ്യൂവർ, സിസ്റ്റം, ഡിവൈസ് മാനേജർ, നെറ്റ്വർക്ക് കണക്ഷൻ, അല്ലാതും വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു സംഭവിച്ച് കാണിക്കുന്നത്. അതായത് സ്റ്റാർട്ട് മെനുവിൻ്റെ ഇതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷനാണ് കണ്ടത്. ഓക്കെ, അതിൽ തന്നെയുണ്ട് ഒരുപാട് വേറെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ റണ്ണ്, സൈൻ ഔട്ട്, ഡെസ്ക്ടോപ്പ് കാണിക്കാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഒരു ചെറിയൊരു വീണ്ടും ഇത് ഇത് കാണിക്കുന്ന പവർ ഷെല്ലിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ സെറ്റിങ്സ്, ഫയൽ സെർവർ, എക്സ്പ്ലോറർ, സെർച്ച് കൊടുക്കാം. സെർച്ചിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഇതിൽ വീണ്ടും വരും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും മറ്റേ ഇൻഡെക്സ്. ബിയുടെ അപ്പുറത്തുള്ള 3 ടോട്ടൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിലുണ്ട് ഇത്. പിന്നെ നമ്മളെന്തോ ഓപ്പൺ ചെയ്തുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഓപ്പൺ ചെയ്തുള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് കാണിക്കുന്നതാണ്. ഫോൺ ലിങ്ക് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിയർ ചെയ്ത് നോക്കിയാണ്. വീണ്ടും ജസ്റ്റ് സെർച്ചിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. പിന്നെ ഇതിൽ 3 ബട്ടൺ അവിടെ ഓപ്ഷൻ കാണിക്കുന്നു. ഓപ്ഷനിലുണ്ട് സെർച്ചിൻ്റെ സെറ്റിങ്സ്, പിന്നെ സേഫ് സെർച്ച്, കൂടുതൽ വിശദമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. സേഫ് സെർച്ച്, ക്ലൗഡിൽ സെർച്ച് ചെയ്യണോ, കുറേ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഡെക്സ് ഓപ്ഷൻ അതിലുണ്ട്. വേറെ സ്പീഡാക്കാൻ പറ്റും ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ.
ക്ലാസിക് എൻഹാൻസ്ഡ്, കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇതിൽ കാര്യങ്ങൾ. മറ്റേ മുന്നുണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു, നമുക്ക് ഇൻഡെക്സിങ് പോയിന്റ് അതിൻ്റെ സെറ്റിങ്സിൽ അങ്ങനെയായിരുന്നു അത്. ഓക്കെ, പിന്നെ ഇതിൽ സൈൻ ഔട്ട് ഓപ്ഷൻ, അത് ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പ് കാണാൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കൊള്ളാം. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡെസ്ക്ടോപ്പുകൾ, സ്ക്രീനുകൾ ഇടാൻ പറ്റും. ഓരോന്നുള്ള നമുക്ക് ഏതൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ കയറ്റിയിടാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കായി ഇതായിട്ട് ജസ്റ്റ് ഞാനൊരു വിൻഡോ ഓപ്പൺ ആക്കി അടുത്തൊരു വിൻഡോ ഓപ്പൺ ആക്കാം നമുക്ക്. ഈ വിൻഡോയിലില്ല ആ സംഭവം. ഓക്കെ, ഈ സ്ക്രീനിൻ്റെ ഉള്ളിലില്ല, ഇത് ഞാൻ ഇതിലൊരു വെർച്വൽ ഓപ്പൺ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ മൾട്ടിപ്ലൈഡിൽ ഡെസ്ക്ടോപ്പുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അവിടെ മാറ്റി വെച്ച്, ഇതൊക്കെ കൂടുതൽ എന്താ പറയുക, ഈ പ്രോഗ്രാമിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇത് ഉപകാരപ്പെടും. വലിയ വലിയ സ്ക്രീനുകൾ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എഡിറ്റിങ് ചെയ്യുന്ന ആൾക്കാരോ, ഇവർക്കൊക്കെ വളരെയധികം അത് ഉപകാരപ്പെടുന്നൊരു ഇതാണ്. ഓക്കെ, പിന്നെ എല്ലാവരും ചില ഇപ്പോഴത്തെ എന്താ പറയുക പുതുമയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിൻഡോസ് 11 കൊള്ളാം, അത്ര വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളും പെട്ടെന്ന് എന്താ മാറിക്കൊണ്ടിരിക്കില്ല, അപ്പോൾ അതിനനുസരിച്ചും ഇത് വരുന്നു. എന്തായാലും കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ എന്തായാലും നല്ല സ്പീഡുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. എന്തായാലും 11 ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ക്ലൗഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആപ്ലിക്കേഷനും ഇതൊക്കെ വരുമ്പോൾ കുറച്ച് പെർഫോമൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് കുറച്ച് ഇങ്ങനെ ഇഴയും. അപ്പോൾ എന്തായാലും SSD ഹാർഡ് ഡിസ്കും പിന്നെ മെമ്മറി ഉണ്ടായിക്കോട്ടെ നല്ല. i7 തന്നെ i3 പോയി നിൽക്കണ്ട. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ആ സ്ക്രീൻ ഇതിൻ്റെ കാര്യങ്ങൾ ഡെസ്ക്ടോപ്പിൻ്റെ കാര്യമാണ് കാണിച്ച്. ഡെസ്ക്ടോപ്പ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡെസ്ക്ടോപ്പുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ സ്നാപ്സുകളായാലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതാണ് പല പല സെക്ഷനായിട്ട് ഇതാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ അടുത്ത് എന്നിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഇതുകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ ആൾട്ട് ടാബൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വിൻഡോസുകളൊക്കെ ഓപ്പൺ ചെയ്യും, മാറ്റി പിടിക്കില്ല. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും വരണോ, ഡിസ്പ്ലേ ചെയ്യണോ, എന്തെങ്കിലും പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മൊത്തത്തിൽ കാണിക്കണോ, അതോ സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ഇത് കാണിക്കുക, അതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലാതെ ചിലപ്പോൾ നമ്മൾ സീക്രട്ടായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ മാറ്റി വയ്ക്കുക, ഇപ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ വേറെ എവിടേക്കെങ്കിലും മാറ്റി വയ്ക്കുക, അല്ലാതെ അങ്ങനത്തെ ഒരു ഇതും ഇതിൽ സാധ്യമാണ് ഈ സംഭവത്തിൽ. അപ്പോൾ അതിലാണ് പറയുന്നത് ഏതൊക്കെ ആൾട്ട് ടാബ് ഉപയോഗിച്ച് ഏതൊക്കെ ഇത് കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഡെസ്ക്ടോപ്പുകൾ